അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം ഉണ്ടായിട്ടല്ലാതെ അവിടെ ഒരു കാര്യവും ഒഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് മരിക്കാൻ പോവുകയാണ്. ആ സ്വഹാബി ഉറപ്പിച്ചു, എല്ലാവരും ഉറപ്പിച്ചു. ആ സ്വഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, ഒരു മണിക്കൂർ സമയം ഞാൻ എന്താണ് ചെയ്യേണ്ടത് യാ റസൂലല്ലാഹ്? അള്ളാഹുവിന്റെ റസൂലിനെ അതിന് വ്യക്തമായ മറുപടി ഉണ്ടാകുമല്ലോ. ഒരു മണിക്കൂർ ഞാൻ ഖുർആൻ ഓതേണ്ടതാണോ? ചോദ്യത്തിന്റെ ആകത്തുക ഏതാണ്? ഒരു മണിക്കൂർ സമയം ഞാൻ ചെലവഴിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനാണോ, ഖുർആൻ ഓതാനാണോ, ദിക്ർ ചൊല്ലാനാണോ, സ്വലാത്ത് ചൊല്ലാനാണോ? യാ റസൂലല്ലാഹ്, ഒരു മണിക്കൂർ നേരം ഞാൻ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത് നബിയേ? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി ആ സ്വഹാബിയോട്, മോനെ, നീ ഒരു മണിക്കൂർ നേരം ഖുർആൻ ഓതിക്കോ, ഒരു മണിക്കൂർ നേരം നീ നിസ്കരിച്ചോ, ഒരു മണിക്കൂർ നേരം നീ ദിക്ർ ചൊല്ലിക്കോ, ഒരു മണിക്കൂർ നേരം നീ സ്വലാത്ത് ചൊല്ലിക്കോ എന്നാണോ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി ഉണ്ടായത്? അല്ലേ അല്ല, അതൊന്നും നന്മയാർന്ന കാര്യമല്ലാത്തത് കൊണ്ടല്ല, അതെല്ലാം വലിയ നന്മയുള്ള കാര്യമാണ്, വലിയ മഹത്വമുള്ളതാണ്. പരിശുദ്ധമായ ഇബാദത്തുകളും നിസ്കാരങ്ങളും പരിശുദ്ധമായ ഖുർആനും ദിക്റും സ്വലാത്തും അതെല്ലാം ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മോനെ, ഒരു മണിക്കൂർ നേരം ഇഷ്തഗിൽ ബിൽ ഇൽമ്, നീ ഇൽമ കൊണ്ട് ജോലിയാകണേ, നീ ഇൽമ പഠിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇൽമ പഠിക്കുന്നതിന് അല്ലാഹുവിന്റെ ദീന് കണ്ട വലിയ സ്ഥാനമാനങ്ങൾ, വലിയ ബഹുമാനമല്ലേ, വലിയ ആദരവല്ലേ? അത് പഠിക്കാനുള്ള അവസരം ലഭിച്ചവരാണ്. ഓ നല്ലവരായ മർക്കൻസിലെ മുതഅല്ലിമീങ്ങളെ, അല്ലാഹു നമുക്ക് തന്ന ഒരു തൗഫീഖാണ്, അല്ലാഹു നമുക്ക് തന്ന അവസരങ്ങളാണ്. നാടുകൾ ഒരു പക്ഷേ ദൂരമായിരിക്കാം, ഉപ്പയും ഉമ്മയെയും കാണാതിരുന്ന എന്ന് വരാം. ഒരുപക്ഷേ ദുനിയാവിന്റെ സുഖലോലുപതയിൽ നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. ഭക്ഷണവും മറ്റു കാര്യങ്ങളുമെല്ലാം വളരെ പ്രയാസമുള്ള